നെക്സ്റ്റ് ഈസ് എനർജി ലെവൽസ്. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എനർജി ലെവൽസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് ബോർസ് മോഡൽ അറിയാലോ. ആ ഹൈഡ്രജൻ ആറ്റം ആണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ന്യൂക്ലിയസ് കണ്ടെയ്നിങ് 1 പ്രോട്ടോൺ പ്ലസ് ഇ ആണ് ഇതിൻ്റെ ചാർജ്, നമുക്കറിയാം. ഇതിന് ചുറ്റും ഒരു സിംഗിൾ ഇലക്ട്രോൺ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇതിലാദ്യം വരുന്ന ഓർബിറ്റ് നമ്മൾ ഫസ്റ്റ് എനർജി സ്റ്റേറ്റ് എന്ന് പറയും, n=1 പറയും. നോർമൽ ടെമ്പറേച്ചറിൽ ഇലക്ട്രോൺ ഇവിടെയാണ് വരുന്നത്, ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നാണ് പറയുക. ഇലക്ട്രോണിന് എനർജി കിട്ടുമ്പോൾ അത് ഹയർ എനർജി സ്റ്റേറ്റിലോട്ട് പോകും, ഹയർ ഓർബിറ്റ്സിലോട്ട് പോകും. അതായത് n=2, n=3, n=4 എക്സെട്ര. പുറത്തോട്ട് പോകും തോറും ഇലക്ട്രോണിൻ്റെ എനർജി കൂടിക്കൂടി വരും അല്ലേ. ഇലക്ട്രോണിന് എനർജി കിട്ടുമ്പോഴാണല്ലോ പുറത്തോട്ട് പോകുന്നത്. പുറത്തോട്ട് എനർജി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെയാണ്. നമുക്കിവിടെ ഫോർമുല അറിയാമല്ലോ അല്ലേ. En ഓർക്കുന്നുണ്ടോ? ഫോർമുല എന്താണ്? ഫോർമുല En = -13.6/n² ഇലക്ട്രോൺ വോൾട്ട്. ഇങ്ങനൊരു ഫോർമുലയുണ്ട്. മൈനസ് സൈൻ ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. അപ്പോൾ ഫസ്റ്റ് എനർജി സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോർമുലയിൽ n-ന് 1 കൊടുത്താൽ മതി. അപ്പോൾ -13.6/1², അഥവാ ഇത് -13.6 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. സെക്കൻഡ് എനർജി സ്റ്റേറ്റിലോട്ട് കടക്കുമ്പോൾ ഇലക്ട്രോണിൻ്റെ എനർജി കിട്ടണമെങ്കിൽ എങ്ങനെ കാണും? അവിടെ n-2 കൊടുത്താൽ മതി. അപ്പോൾ n-ന് ഓരോ ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ ഓരോ ഡിഫറെൻറ്റ് ഓർബിറ്റ്സിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി കിട്ടും. ആ ഡയഗ്രാം എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡയഗ്രാം വരച്ച് പഠിക്കണം. ഈ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. n=1, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആവുന്ന സമയത്ത് ഇലക്ട്രോണിൻ്റെ എനർജി -13.6 ഇലക്ട്രോൺ വോൾട്ടാണ്. y ആക്സിസ് ഇലക്ട്രോൺ വോൾട്ടാണ്, ഇലക്ട്രോൺ വോൾട്ട് അല്ല. ഞാൻ പറഞ്ഞല്ലേ ഈ ഫോർമുലയിൽ n-ന് 1 കൊടുത്താൽ മതി. ഇനി n-ന് 2 കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് എനർജി സ്റ്റേറ്റിലുള്ള എനർജി കിട്ടും. ഇവിടെ n-ന് 2 കൊടുക്കുക. n-ന് 2 കൊടുക്കുമ്പോൾ -13.6/2² ഇലക്ട്രോൺ വോൾട്ട്. ചെയ്തു വരുമ്പോൾ -3.4 കിട്ടും. ഈ വാല്യൂ ബൈ ഹാർട്ട് ആക്കണ്ട, നിങ്ങളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ വെൻ n=2 ദ എനർജി വിൽ ബി -3.4. നേരത്തേനേക്കാളും കൂടുതൽ എനർജിയാണ് ഇതിന് അല്ലേ. -13.6-നേക്കാളും കൂടുതലല്ലേ -3.4. ഇനി n=2 കഴിഞ്ഞാൽ പിന്നെ n=3 ആണ്. n=3 ആവുമ്പോൾ എനർജി കാണണമെങ്കിൽ ഇവിടെ ഈ ഫോർമുലയിൽ n-ന് 3 കൊടുത്താൽ മതി. അപ്പോൾ -1.51 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. പിന്നെ n-ന് 4, 5 ഒക്കെ കൊടുക്കുക. 5 വരെ കൊടുക്കുക. എന്നിട്ട് ആ വാല്യൂ ഒന്ന് ഇതുപോലെ പ്ലോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇത് കിട്ടും. എനർജി ലെവൽസാണ്. ഓരോ സ്റ്റേറ്റിലും ഇലക്ട്രോണിന് ഉണ്ടാവുന്ന എനർജി ലെവലാണ് ഈ കാണിക്കുന്നത്. ഫസ്റ്റ് വൺ ഗ്രൗണ്ട് സ്റ്റേറ്റും സെക്കൻഡ് ഓൺവേർഡ്സ് ദ ഇലക്ട്രോൺസ് ആർ സെഡ് ടു ബി ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇലക്ട്രോണിന് എനർജി കിട്ടുമ്പോഴാണല്ലോ 2-ലോട്ടും 3-ലോട്ടൊക്കെ ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ n=2 ഓൺവേർഡ്സ് ഇലക്ട്രോൺസ് ആർ സെഡ് ടു ബി ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇത് പ്ലോട്ട് ചെയ്യുമ്പോഴൊരു കാര്യം മനസ്സിലാവും. ഈ എനർജി ലെവൽസിൻ്റെ ഗ്യാപ്പ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ. -3.4, -1.51, -0.85 നമ്മൾ വരച്ചു വരുമ്പോൾ മനസ്സിലാവും ഈ ഗ്യാപ്പ് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ ഈ ഗ്യാപ്പ് വളരെ വളരെ കുറയും. മനസ്സിലായല്ലോ. ഇവിടെ n∞ ആകുമ്പോൾ 0 വരും. വെൻ n=∞, ദ എനർജി ലെവൽ ഈസ് സെഡ് ടു ബി 0. കണ്ടില്ലേ, 0 ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ 0-ലെത്തിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഇൻഫിനിറ്റിയിലെത്തിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ എനർജി 0 അതർവൈസ് ഇറ്റ് ഹാസ് എ നെഗറ്റീവ് എനർജി. അപ്പോൾ n∞ ആകുമ്പോൾ ഇലക്ട്രോണിൻ്റെ എനർജി 0 ഇലക്ട്രോൺ വോൾട്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് സെപ്പറേറ്റ് ആയി നമുക്ക് വേണമെങ്കിൽ പറയാം. ഇലക്ട്രോൺസ് ആർ സെപ്പറേറ്റഡ് ഫ്രം ദ ആറ്റം. ക്ലിയർ ആയല്ലോ. ഇലക്ട്രോൺസ് ആർ സെഡ് ടു ബി അയണൈസ്ഡ്. മനസ്സിലായല്ലോ. ഇലക്ട്രോൺസ് അവിടെ ഇൻഫിനിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ ആറ്റം ഈ സെഡ് ടു ബി ഹൈഡ്രജൻ ആറ്റം ഈ സെഡ് ടു ബി അയണൈസ്ഡ്.
അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അയണൈസ്ഡ്. ഈ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വരച്ച് പഠിക്കണം. അതിൽ ഈ വാല്യൂസ് ബൈ ഹാർട്ട് ആക്കണ്ട, ഞാൻ പറഞ്ഞ പോലെ വാല്യൂ ഇട്ട് കൊടുത്ത് കണ്ടാൽ മതി. ഈ ഡയഗ്രാം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്.